കൊച്ചിയിൽ നടന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളിൽ വിശദീകരണവുമായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കളിരാജ് മഹേഷ് കുമാർ രംഗത്തെത്തി. മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഓപ്പറേഷൻ തുഫാൻ എന്ന പേരിൽ കൊച്ചിയിൽ നടപ്പിലാക്കിയ പോലീസ് നടപടികളിൽ ഗുണ്ടകളുടെയോ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെയോ സഹായം തേടിയിട്ടില്ലെന്ന് കമ്മീഷണർ പറഞ്ഞു. കൊച്ചിയിലെ കുറെ ഗുണ്ടകളുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേർന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട്? അല്ല, അത് നമുക്ക് അഫീഷ്യലായിട്ട് നമുക്ക് ചെയ്ത ഫങ്ഷനുകൾ ഒരുപാടുണ്ട്. നമ്മളുടെ സ്റ്റേറ്റ് ലെവൽ ഉദ്ഘാടനം നമുക്ക് ഇവിടെ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അത് പോലീസ് നേതൃത്വത്തിൽ നടക്കக்கூடிய പരിപാടികളാണ്. അതിലെല്ലാവരും നമുക്ക് ഒരു വാളണ്ടിയേഴ്സായിട്ടും അവർക്കൊരു ഉള്ള കുട്ടികൾ അവർക്കൊരു ഗൈഡൻസ് ചെയ്യാൻ വേണ്ടിയും അതിന് ലഹരിക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ട് നടപടിക്കാണ് നമുക്ക് മുൻകൂട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ച് പോലീസ് എല്ലാ നിയോജകമണ്ഡല രീതിയിലും അവിടെ ഉള്ള MLA-മാരുടെ നേതൃത്വത്തിൽ പല പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അഫീഷ്യൽ അല്ലാതെയുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ ഒന്നും പറയാറില്ല. അല്ല, തുഫാൻ ഉള്ളത് നമുക്കൊരു ലഹരിക്കെതിരായിട്ട് പബ്ലിക്കും പ്രൈവേറ്റും അധ്യാപകർ സ്റ്റുഡൻസ് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അതൊക്കെ എതിരായിട്ട് നടக்கூடிய ഒരു ഗവൺമെൻറ്റുடைய പ്രോഗ്രാമാണ്. അതിനുடைய ഫങ്ഷൻസ് പോലീസ് ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റേ ഭാരത് മാതാ കോളേജിലൊക്കെ മിനിസ്റ്ററൊക്കെ വെച്ച് യോഗം നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് സ്റ്റുഡൻസും പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പിന്നെ ഒരുപാട് വാളണ്ടിയർ ഓർഗനൈസേഷൻ ഈവൻ നമുക്ക് നടന്നിട്ടുള്ള ടൂറിസ്റ്റ് ഗൈഡ്സ് റെസിഡൻസ് അസോസിയേഷൻ ഇവരൊക്കെ വിളിച്ചിട്ട് അവർ ഒരു തുഫാൻ വാരിയറായിട്ട് ഉള്ള വാളണ്ടിയറായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ യോഗം ചെയ്തിട്ടുണ്ട്. അതിനോട് ഭാഗമായിട്ട് മുൻകൂട്ടി പോരുന്നതാണ്. സോ അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ എന്നോട് നേതൃത്വത്തിൽ വന്നിട്ടില്ല. മറ്റേ വി ആർ നോട്ട് നോട്ടീസ്ഡ് എനിത്തിങ് ആൻഡ് ഗുണ്ടകൾ സഹായിക്കാമെന്നൊക്കെയാണ് അവരുടെ ക്യാമ്പയിൻ്റെ ഭാഗം തന്നെ. ചിലയിടങ്ങളിൽ പോലീസിന് ഒന്നും നടക്കില്ല അങ്ങനെയാണ്. അല്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പം ഗുണ്ടകളൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ അവർക്ക് അറിയും അവരെന്താ പറയുന്നുണ്ടല്ലോ, എന്ത് സഹായം വേണമെന്ന്. അല്ല അല്ല, ഗവൺമെൻറ്റുടെ ലഹരി എന്ന് പറയുന്നത് വളരെ വിട്ടുള്ള കാര്യമാണ്. അതിൽ പോലീസും ഉദ്യോഗസ്ഥർ മാത്രം അതിനുடைய സപ്ലൈ ചെയിൻ നമുക്ക് കട്ടയിൽ ചെയ്യാൻ പറ്റും. അതിൽ പെടக்கூடிய ആൾക്കാരെ നമുക്ക് നേതൃത്വം അനുസരിച്ച് മറ്റേ NDPS ആക്ട് ഉണ്ട്, ഫിലിപ്പീൻസ് NDPS ആക്ട് ഉണ്ട്. ഇതിനനുസരിച്ച് നമുക്ക് അവർക്ക് ഡീറ്റെയിലൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവരുടെയും സ്റ്റുഡൻസും ഉപയോഗിക്കാറുള്ള ആൾക്കാരുടെ ഒരു മാറ്റം വന്നാലേ അത് കട്ടൽ ചെയ്യാൻ പറ്റും. അതാണ് തുഫാനുடைய ബേസിക്കായിട്ടുള്ള മെസ്സേജ്. ഇപ്പം സ്കൂൾ സ്റ്റുഡൻസും ഇല്ല കോളേജ് സ്റ്റുഡൻസ് ഇല്ല പൊതുവായിട്ടുള്ള എല്ലാ ആൾക്കാരും റെസിഡൻസ് അസോസിയേഷൻ ഇവരൊക്കെ ഒറ്റക്കെട്ടായി നിന്നാലും നമുക്കതിനെതിരായിട്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതിനുடைய ഭാഗമായിട്ട് വേറെ ഏറെയും പറഞ്ഞെങ്കിൽ ഗുണ്ടാക്കൾ ലഹരിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എതിരായിട്ട് ശക്തമായിട്ട് നടപടി ഉണ്ടാകും. അതിൽ യാതൊരു കുഴപ്പമില്ല. അല്ല, സൊസൈറ്റിയിൽ നിന്ന് വരக்கூடிய ആൾക്കാരാണ് പോലീസുകാർ. ഓക്കെ, അവർക്ക് നമുക്ക് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഒരു ഡിസിപ്ലിനറി ഫോഴ്സുടെ ഭാഗമായിട്ട് നിർത്തിയിട്ടുണ്ട്. അവിടെ ആരെയും അവരുടെ ഡിസിപ്ലിനറി ഭാഗമായിട്ട് മാറിയുള്ള ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകും. അത് ഒരു ഇല്ലീഗലായിട്ട് കാര്യം ഉണ്ടെങ്കിൽ ഇല്ലീഗൽ ആക്ഷൻ ചെയ്തതിന് എതിരായിട്ട് ശക്തമായിട്ട് നടപടി ഉണ്ടാകും. ഈവൻ ക്രിമിനൽ കേസ് തന്നെ നമുക്ക് നടപടി എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ കൂടെ ആൾക്കാർ റെഗുലറായിട്ട് ചെയ്യുന്നതുണ്ട്. അത് എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിരം ചെയ്യக்கூடிയതാണ്. അല്ലാതെ നിങ്ങൾ മീഡിയയിലെയും ഒന്ന് കവറായിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് എന്താ സംഭവിച്ചെന്ന് നമുക്ക് അന്വേഷണം നടത്തുന്നുണ്ട്. അത് ആക്ച്വലി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയ ഒരു പ്രതിയാണ്. മറ്റേ സ്കിൻ ക്ലിനിക് ബന്ധമായിട്ട് നടന്നത് വരുൺ നമ്പ്യാരെന്ന് പറഞ്ഞിട്ട് ഒരു അദ്ദേഹം അവിടെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയ പിന്നെ അദ്ദേഹം കുറേ ഡോക്യുമെൻറ്റും മറ്റു കാര്യങ്ങളും എടുക്കാൻ പുറത്ത് പോയിട്ട് വന്നേ ഉള്ളത്. ആൻറ്റിസിപ്പേറ്ററി കിട്ടിയ ഒരു പ്രതിയാണ്. അല്ല, അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കുറേ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് പോയിട്ടുണ്ട്. അവർ പോലീസ് കസ്റ്റഡിയിൽ അവർ കുറേ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ അതാണിപ്പം അന്വേഷണം മനസ്സിലായത്. ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ വേണ്ടി ഒരു ACP അതിൽ അന്വേഷണം ഇല്ല, അതിന് നോക്കാം. അതായത് കേസും കൗണ്ടർ കേസുമുള്ള കാര്യമാണ്. ഒറ്റ കേസ് ഒറ്റ ആളുടെ പോയിന്റ് മാത്രം നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. അത് ആ കേസെന്ന് പറയരുത്. ഫസ്റ്റ് ആദ്യമായിട്ട് സർജറി ചെയ്തതിലുണ്ട് തെറ്റായിട്ടുണ്ടെന്ന് ഒരു പരാതി ഉണ്ടായിരുന്നു. പിന്നെ കൗണ്ടറായിട്ട് അവർ എക്സ്ട്രാക്ഷൻ ചെയ്യാനുള്ള ഒരു പരാതി ഉണ്ട്. രണ്ട് സൈഡും കേസ് എടുത്തിട്ടുണ്ട്, അന്വേഷണം നടത്തിയിട്ടുണ്ട്. അന്വേഷണത്തിൽ തെളിവുകൾ വരുന്നതനുസരിച്ച് നമുക്ക് മുൻകൂട്ടി പോകും. ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ പറയக்கூடிய കാര്യമേ ഉണ്ട്. സെറ്റിൽമെൻറ്റുകളിൽ ഇതേ കേസും കൗണ്ടർ കേസും ഉള്ളത് അവർ തമ്മിൽ നമുക്ക് ഫ്രണ്ടിൽ കാണக்கூடிയതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. സോ
സോ രണ്ട് കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് സൈഡും കേസ് എടുത്തിട്ടുണ്ട്. റൈറ്റ്, ആ കേസ് നമുക്ക് തെളിവിനനുസരിച്ച് മുൻകൂട്ടി പോകാൻ പറ്റും.